ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശോഭഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എപ്പിസോഡ് 3യുടെ പാർട്ട് 1 ആണ് കാണാനായി പോകുന്നത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ആക്സിഡൻറ്റ് പറ്റിയ കാങ് ഹോയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. വിവരമറിഞ്ഞ് അവൻ്റെ അമ്മയും അവിടേക്ക് ഓടിയെത്തും. അവരാകട്ടെ എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഡോക്ടറോട് പൊട്ടിക്കരയും. പരിശോധിച്ച ശേഷം ഡോക്ടർ ആ ആക്സിഡന്റിൽ കാങ് ഹോയുടെ സെർവിക്കൽ സ്പൈനിനും സ്പൈനൽ കോഡിനും ഡാമേജ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ചു കാലത്തേക്ക് അവനെ കൊണ്ട് നോർമലായ ലൈഫ് ജീവിക്കുവാനോ നടക്കുവാനോ ഒന്നിനും പറ്റില്ല എന്ന് ഡോക്ടർ പറയും. അങ്ങനെ അതൊക്കെ കേട്ട് വിഷമിച്ചിരിക്കുന്ന നേരത്താണ് കാങ് ഹോ ഇറങ്ങിപ്പോകാൻ നേരം പറഞ്ഞ കാര്യം കാങ് ഹോയുടെ അമ്മ ഓർക്കുന്നത്. പണ്ട് കാങ് ഹോ ഫുഡ് കഴിക്കുന്നതും അമ്മയെ കാണുമ്പോൾ അതെല്ലാം ഒന്നെങ്കിൽ തുപ്പിക്കളയുകയോ അല്ലെങ്കിൽ വിഴുങ്ങുകയോ ചെയ്യും. കാര്യം അമ്മ ഫുഡ് കഴിക്കുന്നത് കണ്ടാൽ വഴക്ക് പറയുമെന്നുള്ള കാര്യം അവന് ഉറപ്പായിരുന്നു. അങ്ങനെ അതൊക്കെ ആലോചിച്ച് പുറത്തു വന്നിരിക്കുന്നതും തൊട്ടടുത്തിരിക്കുന്ന സ്ത്രീകൾ കാങ് ഹോയുടെ അമ്മയെ നോക്കി അവരുടെ മകൻ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നതും കാങ് ഹോയുടെ അമ്മ, ആരാ പറഞ്ഞത് എൻ്റെ മകൻ മരിച്ചെന്ന്? ആരാണ് പറഞ്ഞത് എൻ്റെ മകൻ മരിച്ചെന്ന്? അവൻ ഇപ്പോഴും ഹാർട്ട് ബീറ്റ് ഉണ്ട്, ശ്വസിക്കുന്നുണ്ട്. ഞാൻ അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അവിടെ നിന്ന് കട്ട് ചെയ്ത് സോങ്വുവിനെയാണ് കാണിക്കുന്നത്. ബേസ്ബോൾ കളിക്കുന്നത് കാണാനായി പോയിടത്ത് വെച്ചാണ് കാങ് ഹോയ്ക്ക് ആക്സിഡന്റ് പറ്റിയ വിവരം അസിസ്റ്റന്റ് വന്ന് പറയുന്നത്. ഉടനെ കാങ് ഹോയെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. ആക്സിഡന്റ് ഉണ്ടാക്കിയ ട്രക്ക് കിട്ടിയില്ലേ എന്ന് അസിസ്റ്റന്റിനോട് തിരക്കുമ്പോഴാണ് ആ ട്രക്ക് അന്വേഷിച്ചെത്തിയപ്പോഴേക്കും അത് കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത് കേൾക്കുന്നതും അതിലെന്തോ ഒരു കുഴപ്പമില്ലേ എന്ന് സോങ്വു ചോദിക്കും. തായ്സൂണിന്റെ മകളും കൂടെ ഉണ്ടായിരുന്നതല്ലേ, ആ കുട്ടിക്ക് ഇങ്ങനെയാണ് എന്ന് സോങ്വു തിരക്കുന്നതും പിന്നീട് ഹായോങ്ങിനെയാണ് കാണിക്കുന്നത്. അച്ഛനെ കാണുന്നതും കെട്ടിപ്പിടിച്ച് എന്താണ് പറ്റിയതെന്ന് ചോദിക്കും. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് നടന്നതെന്ന് തായ്സൂൺ അവളുടെ ചെവിയിൽ പറയും. പിന്നീട് അന്ന് നടന്നത് എന്താണെന്നാണ് കാണിക്കുന്നത്. കാങ് ഹോയ്ക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ ഉറക്ക ഗുളിക ഇട്ടതും ഹായോങ് ആണ്. ഹായോങ് തന്നെയാണ് മനഃപൂർവ്വം സ്കാർഫ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. പക്ഷേ അത് എടുക്കാനായി പോകുന്ന അവളുടെ ഉള്ളിൽ ഈ ചെയ്യുന്നതിന്റെ കുറ്റബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് അവൾ അത് എടുക്കുന്നത്. കാങ് ഹോയുടെ അമ്മ ഫോണിൽ ചായോട് സംസാരിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് സോങ്വു വന്നു പോയതൊന്നും കാങ് ഹോയുടെ അമ്മ അറിഞ്ഞിട്ടില്ല. എങ്ങനെയുണ്ട് എന്ന് ചായോ തിരക്കുന്നതും കാങ് ഹോയ്ക്ക് കാലിന് ചെറിയ ഒരു പൊട്ടൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ചായോ അവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവരോടും പറയും. ഇതറിയുന്ന സാമിന്റെ അമ്മ, ഇവിടുന്ന് അഹങ്കാരം കാണിച്ചു പോയതല്ലേ, അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് പറയും. അങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് മേക്കപ്പ് ചേച്ചി അങ്ങോട്ടേക്ക് എത്തുന്നത്. സാമിന്റെ അമ്മയുണ്ടാക്കിയ ന്യൂഡിൽസ് കഴിച്ചു നോക്കി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇവർ ഉണ്ടാക്കുന്ന ഫുഡ് ഒട്ടും കൊള്ളില്ല എന്ന് ചായോയോട് പറയും. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ കൂട്ടത്തല്ലാകും. ഇത് കാണുന്ന ഇയോയും സിയോണും നമ്മൾ ഇവരെ കണ്ട് നന്നായി അടിവെക്കാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പരസ്പരം പറയും. പിന്നീട് മിജോയെയാണ് കാണിക്കുന്നത്. ആളുടെ സാലൂണൊക്കെ നല്ല രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. കടയിൽ ഫുൾ ടൈം തിരക്കാണ്. അന്ന് സാലൂണിൽ എത്തുന്ന കുറച്ചു പേരാണ് ആ നാട്ടിൽ ഒരു കൊലയാളി ഇറങ്ങിയ കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, ആരും ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത് എന്ന് അവരെല്ലാവരും കൂടി പറഞ്ഞു പേടിപ്പിക്കും. അന്ന് കടയൊക്കെ ക്ലോസ് ചെയ്ത് തിരിച്ചു വരും വഴിയാണ് ഇയോ ഫോൺ വിളിക്കുന്നത്. US എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓടിച്ചെന്ന് ഒരു ലൈറ്റ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന കടയുടെ മുന്നിൽ പോയി നിന്നാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അറ്റൻഡ് ചെയ്യുന്നതും എന്തൊക്കെയാണെന്ന് പഠിച്ചതെന്ന് മിജോ തിരക്കുമ്പോൾ രണ്ടെണ്ണവും കൂടെ കുറെ ചീത്ത വാക്കുകളാണ് പറയുന്നത്. ഇതാണ് ഇന്ന് അമ്മുമ്മ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതെന്ന് പറയും. ഞങ്ങൾ ഇംഗ്ലീഷും പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾക്കും അമ്മയുടെ അടുത്തേക്ക് വരാം എന്ന് ഇയോ പറയും. പെട്ടെന്നാണ് ഇയോ അമ്മയുടെ പുറകിൽ ഒരു കറുത്ത കോട്ടിട്ട രൂപം നിൽപ്പുണ്ട് എന്ന് പറയുന്നത്.
തിരിഞ്ഞു നോക്കുന്ന മിജോ ആരെയും കാണാത്തതുകൊണ്ട് ഇയോ ചുമ്മാ പറ്റിച്ചതാണെന്ന് കരുതും. നിന്റെ കളി കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറഞ്ഞാണ് കോള് കട്ട് ചെയ്യുന്നത്. പക്ഷെ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നേരത്തെ കടയിൽ വന്ന സ്ത്രീകൾ പറഞ്ഞത് മിജോ ഓർക്കുന്നത്. സർവശക്തിയുമെടുത്ത് മിജോ സ്പീഡിൽ ഓടുന്നതും ആ കറുത്ത ഹൂഡി ധരിച്ച ആളും അവളുടെ പുറകെ ഓടും. ഒരിടത്തെത്തുന്നതും മിജോ ഒരു കുപ്പിയെടുത്ത് അവന്റെ കഴുത്തിൽ ഒറ്റയടിയടിക്കും. അടിച്ചു കഴിഞ്ഞാണ് അത് സാം ആണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ അന്ന് സാമിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വേറെ ഡ്രസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മിജോയുടെ പാവാടയും ടോപ്പുമാണ് ഇടാനായി കൊടുക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി ഫുഡൊക്കെ കഴിച്ച് സംസാരിക്കുന്നതിനിടെയാണ്, ഇനി നീ ഒരിക്കലും മോഷ്ടിക്കാനായി പോകരുത്, ഈ മോഷണം നീ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, അതിനുള്ള ധൈര്യമൊന്നും നിനക്കില്ലല്ലോ എന്ന് മിജോ ചോദിക്കും. അപ്പോഴാണ് സാമും ഞാൻ അത് ചെയ്തിട്ടില്ല, ഞാൻ അവരുടെ കൂടെ കൂടിയതാണ് ഞാൻ ചെയ്ത തെറ്റ്, നീ ചെയ്ത തെറ്റ് എന്താണെന്നറിയാമോ എന്ന് മിജോയോട് ചോദിക്കും. നിന്റെ ചുറ്റുമുള്ളവർ നന്നായി മുതലെടുത്തു, അതറിഞ്ഞിട്ടും നീ അതിന് കൂട്ടുനിന്നു കൊടുത്തു. അത് കേൾക്കുന്നതും പെട്ടെന്ന് മിജോയുടെ മുഖം വാടും. അങ്ങനെ രണ്ടുപേരും ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞ് സാം അന്ന് മിജോയുടെ വീട്ടിലാണ് കിടന്നുറങ്ങുന്നതും. രാവിലെ പോകാനായി ഇറങ്ങുന്നതും അവൾക്ക് കുറച്ച് ടിഷ്യൂ പേപ്പറും പേസ്റ്റുമൊക്കെ കൊടുക്കും. ഫിഷിംഗ് ഹാർബറിലെ വെസൽ ക്ലീനിങ്ങിലെ പണി കുറച്ച് കഷ്ടപ്പാടുള്ളതാണ്, ശ്രദ്ധിക്കണം, മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞാണ് മിജോ പറഞ്ഞു വിടുന്നത്. ഇനി ഞാൻ മോഷ്ടിക്കുകയാണെങ്കിൽ അത് നിന്റെ ഹൃദയമായിരിക്കും, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് പോകാതെ പിന്നെയും അവിടെ തന്നെ നിൽക്കും. ഒരു വിധത്തിലാണ് മിജോ സാമിനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. കാങ്ഹോയുടെ അമ്മ അവിടത്തെ റിസപ്ഷനിൽ നിന്നും ഹായൂണിന്റെ നമ്പർ വാങ്ങി കോള് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. കാങ്ഹോയുടെ അമ്മ അവളുടെ അഡ്രസ്സ് തരാമോ എന്ന് ചോദിക്കുന്നതും പേഴ്സണൽ ഡീറ്റെയിൽസ് പുറത്തുള്ളവരോട് പറയാനുള്ള പെർമിഷൻ ഇല്ലെന്ന് അവിടത്തെ റിസപ്ഷൻ സ്റ്റാഫ് പറയും. ആ കുട്ടി എൻ്റെ മരുമകളാണെന്ന് പറയുന്നതും എന്നിട്ടാണോ നിങ്ങളുടെ കയ്യിൽ ആ കുട്ടിയുടെ ഫോൺ നമ്പർ പോലും ഇല്ലാത്തത് എന്ന് റിസപ്ഷൻ സ്റ്റാഫ് തിരിച്ചു ചോദിക്കും. ആ ചോദ്യത്തിന് കാങ്ഹോയുടെ അമ്മയുടെ പക്കൽ മറുപടി ഉണ്ടാകില്ല. അവിടുന്ന് കട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും റിലീസാകുന്ന സാമിനെ കാണാനായി അവന്റെ അച്ഛനും അമ്മയും പുറത്ത് കാത്തു നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാവരും ഇറങ്ങിപ്പോയി കഴിഞ്ഞും അവനെ കാണാത്തത് കൊണ്ട് പോലീസുകാരോട് കാര്യം തിരക്കുമ്പോഴാണ് അവൻ കഴിഞ്ഞ ആഴ്ച റിലീസായി കൂട്ടത്തിൽ ഇവിടത്തെ ടിഷ്യൂ പേപ്പറും പേസ്റ്റും ടവലും എല്ലാം അടിച്ചോണ്ടാണ് പോയത് എന്ന് പോലീസുകാർ പറയുന്നത്. ഇത് കേട്ട സാമിന്റെ അമ്മ കാറി കൂവി നിലവിളിക്കും. കാരണം മറ്റൊന്നുമല്ല, ഇന്നാണ് റിലീസാകുന്നത്, അതിനിവിടെ കുറച്ച് പൈസ കെട്ടിവെക്കണം എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും കുറച്ച് പൈസ അയച്ചു കൊടുക്കാനായി പറഞ്ഞിരുന്നു. അവരത് സാമിന്റെ അച്ഛൻ അറിയാതെ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. കാങ്ഹോ പതിയെ കണ്ണു തുറക്കുന്നതും കാങ്ഹോയുടെ അമ്മ സന്തോഷത്തോടെ ഓടിപ്പോയി കാങ്ഹോയുടെ മുഖത്ത് പിടിക്കും. പക്ഷേ കാങ്ഹോ കൊച്ചുകുട്ടിയെ പോലെ പെട്ടെന്ന് മുഖം തിരിക്കും. അങ്ങനെ പരിശോധിച്ചതിന് ശേഷമാണ് ഡോക്ടർ ഇനി കാങ്ഹോയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയി എക്സസൈസ് ഒക്കെ കൃത്യമായി ചെയ്യിപ്പിച്ചാൽ മതി എന്ന് പറയുന്നത്. കാങ്ഹോയ്ക്ക് തലയ്ക്കടി കിട്ടിയത് കൊണ്ട് തന്നെ പഴയ കാര്യങ്ങളൊന്നും അവന് ഓർമ്മ കാണില്ല. 7 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവന് ഓർമ്മ കാണുക. ഏകദേശം പറഞ്ഞാൽ ഒരു മന്ദബുദ്ധിയെ പോലെ ആയിരിക്കും പെരുമാറ്റം എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ അന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജായി കൊണ്ടുവരുന്നതും അവരുടെ പുറകെ സോങ്വുവിന്റെ ആൾക്കാരും കാങ്ഹോയുടെ വീടിന് തൊട്ടടുത്ത് നിന്ന് ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കാങ്ഹോയുടെ അമ്മ ഹോസ്പിറ്റലിൽ തിരക്കായതുകൊണ്ടും കൃഷിയും പന്നികളെയും നോക്കാനായി പുതിയ ഒരാളെ കൂടി ഏർപ്പാടാക്കും. അയാളുടെ പേര് ആൻഡ്രിയ എന്നാണ്. കാനഡയിൽ പന്നി ഫാം നടത്തിയിരുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ കൊറിയയിൽ പന്നി ഫാമിനെ കുറിച്ച് പഠിക്കാനായാണ് വന്നത്. കൂട്ടത്തിൽ കൃഷിയിൽ സഹായിക്കാനായി സാമിന്റെ അമ്മയും മിജോയുടെ അമ്മയുമുണ്ട്. അങ്ങനെ പൊട്ടറ്റോയൊക്കെ വിളവെടുക്കുന്നിടത്ത് കാങ്ഹോയുടെ അമ്മ വരുന്നതും കാങ്ഹോയ്ക്ക് ഇപ്പോഴെങ്ങനെയുണ്ട് എന്ന് അവർ രണ്ടുപേരും തിരക്കുന്നതും അവന് സുഖമായി. അവൻ ഡിസ്ചാർജായി നേരെ ഫ്ലാറ്റിലേക്കാണ് പോയത്. അതാണ് അവന് ജോലിക്ക് പോകാനും കൂടുതൽ സൗകര്യം.
പക്ഷേ അത് രണ്ടുപേർക്കും അത്ര അങ്ങ് വിശ്വാസം വരില്ല. കാങ്ഹോയുടെ അമ്മ അവന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി മുന്നിൽ വെച്ച് അവന് വാരിക്കൊടുക്കാനായി ശ്രമിക്കുന്നതും വേണ്ട എന്ന മട്ടിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ വാ പൊത്തിപ്പിടിച്ച് മുഖം തിരിക്കും. കുറച്ചെങ്കിലും കഴിക്ക്, ഇല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരും എന്ന് അവർ ഒരുപാട് വട്ടം പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും വേണ്ട എന്നാണ് ആക്ഷൻ കാണിക്കുന്നത്. അങ്ങനെ പാത്രത്തോടെ അടുക്കളയിൽ തിരിച്ചു കൊണ്ടുവയ്ക്കുന്നതും അങ്ങോട്ടേക്ക് മിജോയുടെയും സാമിന്റെ അമ്മയും വരുന്നത്. രണ്ടുപേരും കൂടി ന്യൂസ് പിടിക്കാനുള്ള വരവാണ്. കാരണം നേരത്തെ പറഞ്ഞതിൽ അവർക്ക് അത്ര അങ്ങ് വിശ്വാസം വന്നിട്ടില്ല. ചുമ്മാ കൈയും വീശി വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ കാങ്ഹോയുടെ അമ്മ കുറച്ചു ദിവസമായി ഹോസ്പിറ്റൽ ഫുഡല്ലേ കഴിക്കുന്നത്, അതുകൊണ്ട് ഫുഡുമായി വന്നതാണെന്ന് പറയും. കാങ്ഹോയ്ക്ക് വിളമ്പി വെച്ചിരിക്കുന്ന ഫുഡ് നോക്കി ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല എന്നാണ് കാങ്ഹോയുടെ അമ്മ മറുപടി പറയുന്നത്. അത് അവർക്കത്ര വിശ്വാസം വരാത്തത് കൊണ്ട് തന്നെ ഓടിപ്പോയി ഡോറ് തുറക്കുന്നതും കട്ടിലിൽ കിടക്കുന്ന കാങ്ഹോയെയാണ് കാണുന്നത്. അങ്ങനെ കാങ്ഹോയുടെ അമ്മ എന്താണ് സംഭവിച്ചതെന്നതെല്ലാം അവരോട് തുറന്നു പറയും. അവന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടാൽ എല്ലാവരും അവൻ അന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയതിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്നേ പറയൂ. അതുകൊണ്ടാണ് എനിക്കിതാരോടും പറയാൻ താല്പര്യമില്ലാത്തത്. അവനെ കാണുന്നവർ വിചാരിച്ചാലോ ഇതിനേക്കാളും അവൻ മരിക്കുന്നതായിരുന്നു നല്ലതെന്ന്. ഇത് കേൾക്കുന്ന സാമിന്റെ അമ്മ അങ്ങനെയൊന്നും ആരും പറയില്ല എന്ന് പറയും. കാങ്ഹോയുടെ അമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ കുട്ടികളെ കാണുമ്പോൾ. പക്ഷേ എന്റെ കുഞ്ഞിന് വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അവൻ ജീവനോടെയുണ്ട്. എന്റെ കുഞ്ഞ്, ഒരേ ഒരു കുഞ്ഞ്, എനിക്ക് അത് മതി എന്ന് പറഞ്ഞ് അവര് പൊട്ടിക്കരയും. അന്ന് വീട്ടിൽ ചെന്ന് സാമിന്റെ അമ്മ ഈ കാര്യം അവരുടെ ഹസ്ബൻഡിനോടും പറയും. സാമിന്റെ അമ്മ അവർക്ക് എന്ത് അഹങ്കാരമായിരുന്നു അവരുടെ മകൻ ഒരു പ്രോസിക്യൂട്ടർ ആണെന്ന് പറഞ്ഞ് ഇപ്പോഴവന്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് ഹസ്ബൻഡിനോട് പറയുന്നതും അയാളാകട്ടെ അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവനെ പഠിപ്പിച്ച് ഇതുവരെ എത്തിച്ചത്, അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറയും. മിജോയുടെ അമ്മ ഫോണിലൂടെ കാങ്ഹോയുടെ കാര്യം പറയുന്നത് പുറകിലൂടെ വരുന്ന ഇയോയും സിയോണും കേൾക്കുന്നുണ്ട്. രണ്ടെണ്ണവും കൂടി കാങ്ഹോ സ്റ്റുപ്പിഡ് ആണേ, കാങ്ഹോ സ്റ്റുപ്പിഡ് ആണേ, ഇത് സീക്രട്ട് ആണേ, ആരോടും പറയരുതേ എന്ന് പറഞ്ഞ് പാടി നടക്കും. ഇത് നമ്മുടെ മേക്കപ്പ് ചേച്ചി കേട്ട് ചായോയോട് വന്ന് പറയും. അങ്ങനെ ഈ കാര്യം അറിയാത്തതായി ആ നാട്ടിൽ ഇനി ബാക്കി ആരും കാണില്ല. അന്ന് വൈകുന്നേരം കാങ്ഹോയുടെ അമ്മ ഹസ്ബൻഡിന്റെ ഫോട്ടോ നോക്കി. എല്ലാവരും പറഞ്ഞു അവൻ രക്ഷപ്പെടില്ല എന്ന്. പക്ഷേ അവനെ ജീവനോടെ നമുക്ക് തിരിച്ചു കിട്ടി. ഞാൻ എന്റെ പ്രതീക്ഷ ഒരിക്കലും കളയില്ല. അവൻ ഒരു ദിവസം എഴുന്നേറ്റ് നിൽക്കും, നടക്കും, ഓടും. ഇപ്പോഴവൻ 7 വയസ്സാണ്. അടുത്ത വർഷം 8 വയസ്സ്. ഒരിക്കൽ കൂടി ഞാൻ അവനെ പഠിപ്പിക്കും. ഞാൻ അവനെ ഒന്നും കൂടി വളർത്തും. നോക്കിക്കോ, ഒരു ദിവസം നിങ്ങളുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ അവൻ വന്ന് ഇതുപോലെ നിൽക്കും. സെക്കൻഡ് വീഡിയോ ആയിട്ടായിരിക്കും ബാക്കി അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.